Hi students, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇൻകം ടാക്സിൻ്റെ ബേസിക് പ്രൊവിഷൻസ് ആണ്. സെക്ഷൻ നമ്പർ 1, 2, 3, 4. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് ഡെഫിനേഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ കുറച്ച് ഡിഫറൻസുകൾ ലൈക്ക് ഹെഡ്സ് ഓഫ് ഇൻകം, സോഴ്സ് ഓഫ് ഇൻകം, അപ്ലിക്കേഷൻ ഓഫ് ഇൻകം വേഴ്സസ് ഡൈവേർഷൻ ഓഫ് ഇൻകം അറ്റ് സോഴ്സ് അല്ലേ, അതുപോലെ തന്നെ റവന്യൂ വേഴ്സസ് ക്യാപിറ്റൽ. ഓക്കെ, ദെൻ ഡിഡക്ഷൻ, എക്സംഷൻ, ഇൻകം ടാക്സ്, സെസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കുറച്ച് തിയറട്ടിക്കൽ ആയിരുന്നു അല്ലേ. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ന്യൂമറിക്കൽ പാർട്ടാണ്. സോ ഹൗ ടു കാൽക്കുലേറ്റ് ദ ടാക്സ്. ഓക്കെ, അപ്പോൾ നോർമലി നമ്മൾ ബേസിക് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ആദ്യം 5 ഹെഡിൽ, ഓക്കെ, ഏതൊരു പേഴ്സൺ ആണെങ്കിലും ഇൻകത്തിന് 5 ഹെഡിൽ ക്ലാസിഫൈ ചെയ്തിട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഒക്കെ ക്ലെയിം ചെയ്തതിന് ശേഷം ടോട്ടൽ ഇൻകം എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ ഓക്കെ ടാക്സ് റേറ്റ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇൻകം ടാക്സ് കിട്ടുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇൻകം ടാക്സ് നമ്മൾ ഈ സിലബസ് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഇൻകം ആൻഡ് ടു കാൽക്കുലേറ്റ് ദ ടാക്സ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം, എന്നിട്ടാണ് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ടോട്ടൽ ഇൻകത്തിൻ്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മുതലുള്ള ഓക്കെ മുന്നോട്ട് വരുന്ന എല്ലാ ചാപ്റ്ററും നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേഷൻ ആണ്. അതിനുശേഷം നമുക്ക് ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുന്നത്. ടാക്സ് റേറ്റ് നമ്മൾ ഇൻകം ടാക്സ് ആക്ടിൽ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ ടാക്സ് റേറ്റുകൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ അകത്തും അതേപോലെ തന്നെ ആനുവൽ ഫിനാൻസ് ആക്ടിൻ്റെ അകത്തും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടാക്സ് റേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം എങ്ങനെയാണ് ടോട്ടൽ ഇൻകം തന്നിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സൻ്റെ ടോട്ടൽ ഇൻകം അല്ലെ, 7 ടൈപ്പ് ഓഫ് പേഴ്സൺസ് ഏതൊക്കെയാണ്, ഇൻഡിവിജ്വൽ, HUF, ഓക്കെ, AOP, BOI ഉണ്ട്, ഫെയിം, LLP, ഓക്കെ, പിന്നെ അതിനുശേഷം കമ്പനി ഉണ്ട്, അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റി ഉണ്ട്, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. സോ ഇങ്ങനെയുള്ള 7 പേഴ്സൺസ് അല്ലെ, ഈ 7 ടൈപ്പ് പേഴ്സൺസ് വരുന്നുണ്ട്. അവർക്കൊക്കെ ടോട്ടൽ ഇൻകം തന്നിട്ടുണ്ടെങ്കിൽ ദെൻ എങ്ങനെയാണ് അവരുടെ ടാക്സ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റഡി മെറ്റീരിയലിനകത്ത് നമുക്ക് ഈ ഒരു ടാക്സ് കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ പലപ്പോഴും എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞ് ലാസ്റ്റ് ഏരിയ അതായത് ഹെഡ്സ് ഓഫ് ഇൻകം ഒക്കെ പഠിച്ച് അതിനുശേഷമാണ് ടാക്സ് കാൽക്കുലേഷൻസ് വരുന്നത്. സോ നമ്മളൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു ബേസിക് ലെവലിൽ ഓക്കെ, സോ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ല, പക്ഷെ വളരെ ബേസിക് ആയിട്ടുള്ള ഓക്കെ ടോട്ടൽ ഇൻകം തരികയാണെങ്കിൽ, ഓക്കെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് തരികയാണെങ്കിൽ ഇതിന് എങ്ങനെയാണ് ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ ചില റൂൾസും പ്രൊവിഷൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പഠിച്ചിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് ഇൻകം കാൽക്കുലേഷനിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ സ്റ്റഡി മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ഓൾഡ് ടാക്സ് റേറ്റ് ഫോർ അസസ്മെൻറ്റ് ഇയർ 2025-26. അപ്പോൾ ഇവിടെ ഒരു വേർഡ് നമുക്ക് കാണാം, ഓൾഡ് ടാക്സ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കാര്യം, ഓൾഡ് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ എന്തുണ്ടാവും, ന്യൂ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഓൾഡ് ടാക്സ് റേറ്റ്, അപ്പോൾ ഇത് പഴയതാണ്, അപ്പോൾ ഇത് അപ്ലിക്കബിൾ അല്ല, അങ്ങനെയാണോ? അല്ല. സോ ഓൾഡ് ടാക്സ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ ടാക്സ് റേറ്റ് കൂടിയുണ്ട്. ന്യൂ ടാക്സ് റേറ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും, ന്യൂ ടാക്സ് റിജീം ഒക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും. നമ്മളിപ്പോൾ ഇവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് ഓൾഡ് ടാക്സ് റിജീം. ഇത് ഇങ്ങനെ ഓൾഡ് എന്ന് പറയാൻ കാര്യം ഇത് മുമ്പ് നിലവിലുള്ളതാണ്, ഓക്കെ മുമ്പ് വന്നതാണ്, ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ഓൾഡ് ആൻഡ് ന്യൂ പാരലലി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഓപ്റ്റ് ചെയ്യാം, ഓൾഡ് ടാക്സ് റിജീം വേണോ അല്ലെങ്കിൽ ന്യൂ ടാക്സ് റിജീം എടുക്കും. ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഓരോന്നിനും അതിൻ്റെതായ ഓക്കെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഓൾഡിലും ന്യൂയിലും ചില വ്യത്യാസങ്ങളുണ്ട്, ചില ബെനിഫിറ്റ്സ് അതുപോലെ തന്നെ ചില ഡീമെറിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ചൂസ് ചെയ്യാം, നമുക്ക് SSCക്ക് ചൂസ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നു ഓൾഡ് ടാക്സ് റിജീം ഫോർ ദി അസസ്മെന്റ് ഇയർ 2025-26. നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ 2024-25 അസസ്മെന്റ് ഇയർ 2025-26 ഓൾഡ് ടാക്സ് റേറ്റുകൾ ഓക്കെ അതിപ്പോഴും അപ്ലിക്കബിൾ ആണ്. സോ അപ്പോൾ തൽക്കാലം പഠിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ, ന്യൂ ടാക്സ് റേറ്റുകൾ ഇതിൻ്റെ അകത്ത് കൊണ്ടിട്ട് മിക്സ് ചെയ്യരുത്. നമ്മൾ പഠിക്കുന്നത് ഓൾഡ് ടാക്സ് റേറ്റ് ആണെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. ഓക്കെ, യെസ്. ദെൻ തിരിച്ചു വരാം. സോ ഇൻകം ടാക്സിൻ്റെ സെക്ഷൻ നമ്പർ 4 ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് ഈസ് അപ്ലിക്കബിൾ ഓൺ എവരി പേഴ്സൺ അല്ലേ. ഈ പേഴ്സൺ ആരൊക്കെയായിരുന്നു, സെക്ഷൻ നമ്പർ 2 ക്ലോസ് നമ്പർ 31 7 ടൈപ്പ് ഓഫ് പേഴ്സൺസ് നമുക്കറിയാം. ആരൊക്കെ, ഇൻഡിവിജ്വൽ, ഓക്കെ ഇൻഡിവിജ്വൽ ഉണ്ടായിരുന്നു, പിന്നെ HUF, AOP, BOI, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ AJP അല്ലേ. കൂടാതെ നമുക്ക് കമ്പനി, ഫെയിം,
ലോക്കൽ അതോറിറ്റി. അങ്ങനെ 7 ടൈപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ടായിരുന്നു. ഈ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ഈ 4 ടൈപ്പ് ഓഫ് പേഴ്സൺസ് ഇവർ നമ്മൾ ഇൻകം ടാക്സിൽ ഇവർക്ക് ടാക്സ് റേറ്റ് വരുന്നത് സ്ലാബ് റേറ്റ് ആണ്. ഓക്കെ, ഇവർക്ക് വരുന്നത് സ്ലാബ് റേറ്റിലാണ്. ഓക്കെ, നേരെ മറിച്ച് നമ്മുടെ കമ്പനി ഫെയിം ലോക്കൽ അതോറിറ്റി, ഓക്കെ, സോ ഇവർക്ക് നമുക്ക് പൊതുവെ വരുന്നത് ഫ്ലാറ്റ് റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടാക്സിൻ്റെ പെർസെൻറ്റേജ് റേറ്റ് വരുന്നത് സ്ലാബ് റേറ്റും അതുപോലെ തന്നെ ഇവിടെ സ്ലാബ് റേറ്റ് ഇവിടെ സ്ലാബ് റേറ്റ് ഈ 3 പേർക്ക് വരുന്നത് എന്താണ്? ഫ്ലാറ്റ് റേറ്റ് ആണ് വരുന്നത്. പൊതുവെ ഡൗട്ട് എന്താ സാർ സ്ലാബ് റേറ്റ് എന്താണ്? ഓക്കെ, എന്താണ് സ്ലാബ് റേറ്റ്? സ്ലാബ് റേറ്റ് മീൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സ്ലാബ് റേറ്റിന്റെ ബേസിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒന്ന് നോക്കാം സ്ലാബ് റേറ്റ്. സപ്പോസ് ഇൻകം ഒരു ഇൻഡിവിജ്വൽ എടുക്കാം. നമുക്കറിയാം സ്ലാബ് റേറ്റ് അപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ HUF, AOP, BOI, AJP അല്ലേ. സോ സപ്പോസ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം വരുന്നത് 0, 2.5, 5, 10, ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ സ്ലാബ് റേറ്റ് മീൻസ് 0 to 2.5. ഓക്കെ, 0 to 2.5 ടാക്സ് ഒന്നുമില്ല. നമുക്ക് അവിടെ ടാക്സ് റേറ്റ് ആക്ച്വലി പറയുകയാണെങ്കിൽ 0% എന്ന് പറയാം. ദറ്റ് ഈസ് ടാക്സ് അപ്ലിക്കബിൾ അല്ല. അതിന് നമ്മൾ പൊതുവെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് എക്സംഷൻ ലിമിറ്റ്, BEL ബെൽ മീൻസ് ബേസിക് എക്സംഷൻ ലിമിറ്റ്, അതുവരെ നമുക്ക് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അതിപ്പോൾ അംബാനി ആണെങ്കിലും യൂസഫ് അലിക്ക് ആണെങ്കിലും എത്ര വലിയ കോടീശ്വരന്മാരാണെങ്കിലും അവർക്ക് ആദ്യത്തെ 2.5 ലക്ഷം രൂപയ്ക്ക് ടാക്സ് ഇല്ല. പാവപ്പെട്ടവരും പണക്കാരും ഏത് ലെവൽ ഓഫ് ഇൻകമുള്ള ആൾക്കാർക്കും ഓക്കെ ആ ബേസിക് എക്സംഷൻ ലിമിറ്റ് അപ്ലിക്കബിൾ ആണ്. സോ ടാക്സ് റേറ്റ് 0% ആണ്, വിച്ച് ഈസ് നോൺ ആസ് ഈ ഒരു ഇൻകം ലെവലിൽ നമ്മൾ വിളിക്കുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റ്. 2.5 ലാക്സിന് മുകളിൽ 5 ലാക്സ് വരെ, ഓക്കെ, 2.5 ലാക്സ് ടു 5 ലാക്സ് വരെ നമുക്ക് വരുന്ന ടാക്സ് റേറ്റ് ഓൾഡ് ടാക്സ് റേറ്റ് 5% ആണ് വരുന്നത്. ഓക്കെ, 5%. ഇനി 5 ലാക്സ് ടു 10 ലാക്സ് നമുക്ക് വരുന്ന ടാക്സ് റേറ്റ് വരുന്നത് 20% ആണ് ഈ ഒരു പോർഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ 10 ലാക്സ് എബവ് ഉണ്ടെങ്കിൽ എത്രയാണോ 10 ലാക്സ് എബവ് അതിന് നമ്മൾ എത്ര കൊടുക്കണം? 30% കൊടുത്തിരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻഡിവിജ്വലിന് 15 ലക്ഷം രൂപ ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ, ടോട്ടൽ ഇൻകം 15 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എൻ്റെ 15 ലക്ഷം രൂപ 30% ആണ്. ബിക്കോസ് 15 ലക്ഷം രൂപ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ഓക്കെ, അതുകൊണ്ട് 30%. ഓക്കെ, അപ്പോൾ 15 ലക്ഷം രൂപയുടെ 30% കംസ് ടു 4.5 ലാക്സ്, അങ്ങനെയാണോ? അല്ല. ഓക്കെ, സോ 15 ലക്ഷം രൂപ ടോട്ടൽ ഇൻകം ഉള്ള ഒരാൾക്ക് എഗെയിൻ അദ്ദേഹത്തിനും ആദ്യത്തെ 2.5 ലക്ഷം രൂപയ്ക്ക് എന്തായിരിക്കും? 0%. ദെൻ 2.5 ലക്ഷം രൂപ കഴിഞ്ഞ് വരുന്ന 5 ലക്ഷം വരെയുള്ള ഒരു എമൗണ്ട്. ഓക്കെ, 2.5 ലക്ഷം രൂപ ടു 5 ലക്ഷം രൂപ വരെയുള്ള ഒരു 2.5 ലക്ഷം രൂപ ഉണ്ടല്ലോ. ഓക്കെ, അതിന് നമ്മൾ എത്ര? 5%. 5 ലക്ഷം വരെ നമ്മൾ ടാക്സ് ചെയ്തില്ലേ? ആദ്യത്തെ 2.5 ലക്ഷം രൂപ എല്ലാവർക്കും ബേസിക് എക്സംഷൻ. ദെൻ 2 ലക്ഷം രൂപ കഴിഞ്ഞ് 5 ലക്ഷം വരെ എത്രയുണ്ട് ആ ഒരു ഗ്യാപ്പ് വരുന്നത്? അത് 2.5 ലാക്സ് അല്ലേ. ആ ഗ്യാപ്പിൽ ആ ഗ്യാപ്പിലെ എമൗണ്ടിന് ഒക്കെ വരുന്നത് ഈ ഒരു ഡിഫറൻസ്, ഈ ഒരു ഏരിയ, ദറ്റ് ഈസ് എത്ര? 2.5 ലാക്സ്. അതിന് എത്ര? 5%. ദെൻ 5 ലാക്സ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഏരിയ, ദറ്റ് ഈസ് 5 ലാക്സ് ടു 10 ലാക്സ് വരെയുള്ള 5 ലാക്സ് ആ ഗ്യാപ്പ്. ആ 5 ലാക്സിന് എത്രയാണ്? ആ 5 ലാക്സിന് 20%. ഓക്കെ, ഓൾഡ് മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾഡ് ടാക്സ് റിജീമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ 10 ലാക്സ് എബോവ് എത്രയാണോ വരുന്നത് ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു ഗ്യാപ്പ്. ഓക്കെ, കാരണം ഇവിടെ നമ്മൾ 15 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള ആ ഒരു 5 ലാക്സ് നമുക്ക് വരുന്നത് എത്രയായിരിക്കും? 30% ആയിരിക്കും വരുന്നത്. ഇതാണ് സ്ലാബ് റേറ്റിന്റെ മീൻ. അപ്പോൾ എന്താണ് ഫ്ലാറ്റ് റേറ്റ് എന്ന് വെച്ചാൽ? ഫ്ലാറ്റ് റേറ്റ് മീൻസ് ലൈക്ക് ഡയറക്ട്ലി 30% ടാക്സ്. ഇപ്പം ഇതിലൊരാൾക്ക്, ഈ ഒരു പേഴ്സണിൽ ഒരാൾക്ക് 20 ലാക്സ് ആണ് ഇൻകം എന്ന് വിചാരിക്കുക. ദെൻ 20 ലാക്സിൻ്റെ മുകളിൽ സ്ലാബ് റേറ്റ് ബേസിക് എക്സംഷൻ ഒന്നും അപ്ലിക്കബിൾ അല്ല. ആ 20 ലാക്സിൻ്റെ മുകളിൽ ഡയറക്റ്റ് എത്ര? 30% എന്താ അപ്ലൈ ചെയ്യുക? ടാക്സ് അപ്ലൈ ചെയ്യുക, ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് എന്താണ് സ്ലാബ് റേറ്റ് എന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് ഫ്ലാറ്റ് റേറ്റ് എന്നുള്ളതും ഡിസ്കസ് ചെയ്തു. അപ്പോൾ 7 ടൈപ്പ് അസസിയിൽ ഇൻഡിവിജ്വൽ HUF, AOP, BOI, AJP എന്നുള്ള 4 പേഴ്സൺസിന് സ്ലാബ് റേറ്റ് ആണ്. ബാലൻസ് 3 ആൾക്കാർ കമ്പനി ഫെയിം ലോക്കൽ അതോറിറ്റി വരുന്നത് ഫ്ലാറ്റ് റേറ്റ് ആണ് വരുന്നത്. ഓക്കെ, യെസ്, തിരിച്ചു വരാം. നമ്മുടെ നോട്ട്സിലോട്ട് വരാണെങ്കിൽ
നോക്കാം. ആദ്യം ഓൾഡ് ടാക്സ് റെജിം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ 4 ആൾക്കാരിൽ തന്നെ ഫസ്റ്റ് ദറ്റ് ഈസ് ഇൻഡിവിജ്വൽ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ. ഫോർ ഇൻഡിവിജ്വൽ അതർ ദാൻ HUF, AOP, BOI, AJP. അപ്പോൾ എന്തിനാണ് ഈ ഇൻഡിവിജ്വലിനെ? കാരണം ഇവർ 4 പേരും സ്ലാബ് റേറ്റ് ഉള്ളവരാണ്. പിന്നെ എന്തിനാണ് ഈ ഇൻഡിവിജ്വലിനെ സെപ്പറേറ്റ്ലി പറയുന്നത്? കാരണം ഇൻഡിവിജ്വൽ അതർ ദാൻ HUF എന്ന്. അപ്പോൾ HUF, AOP, BOI അല്ലാത്ത ഇൻഡിവിജ്വൽ. അപ്പോൾ എന്തിനാണ് ഈ ഒരു ഡിഫറൻസ് ഇവിടെ വരുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 4 പേർക്കും സ്ലാബ് റേറ്റ് ആണെങ്കിൽ പോലും ഇവിടെ ഏജ് ആർക്കാണ് നോർമലി ഉണ്ടാവുക? ഈ ഏജ് എന്നുള്ളത് നോർമലി ആർക്കാണ്? ഇൻഡിവിജ്വൽസിനാണ് അല്ലേ? ഏജ് വരുന്നത് ശരിക്കും ഇൻഡിവിജ്വൽസിനാണ്. അപ്പോൾ ഇൻകം ടാക്സ് ഏജിനനുസരിച്ച് സ്ലാബ് റേറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ലൈക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റിൽ ചെറിയ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫോർ ഇൻഡിവിജ്വൽ അതർ ദാൻ HUF, AOP, BOI, AJP. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞപ്പോൾ അവിടെ റെസിഡന്റ് ഇൻഡിവിജ്വൽ, നോൺ റെസിഡന്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇൻഡിവിജ്വൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ആ ഇൻഡിവിജ്വൽ ആരായിരിക്കാം? റെസിഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ആയിരിക്കാം. അപ്പോൾ റെസിഡന്റ് അല്ലെങ്കിൽ ഒരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് ഇന്ത്യയിലെ ടോട്ടൽ ഇൻകം, അത് ഇൻഡിവിജ്വൽ ആയി മതി, റെസിഡന്റോ നോൺ റെസിഡന്റ് ആയിക്കോട്ടെ. സോ ഇൻഡിവിജ്വലിന്റെ ടോട്ടൽ ഇൻകം അപ് ടു 2.5 lakhs ആണെങ്കിൽ, 2.5 ലക്ഷം രൂപയാണെങ്കിൽ ദെൻ ടാക്സ് നില്ലാണ്. അതിനാണ് നമ്മൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. ഫോർ ദ ടൈം ബീയിങ് നമുക്ക് ഈ സർചാർജ് എന്നുള്ള കോളം തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിയേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്തടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരും. ഒറ്റ ഇതിൽ തന്നെ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഓവർലോഡായിട്ട് ഫീൽ ചെയ്യും. സോ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരാം. അപ്പോൾ ഫോർ ഇൻഡിവിജ്വൽ, റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ് അപ് ടു 2.5 lakhs ടോട്ടൽ ഇൻകം എത്തുമ്പോൾ ടാക്സ് റേറ്റ് വരുന്നത് നില്ലാണ്. ആ ഒരു ഇൻകം ലെവൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. ദെൻ ആഫ്റ്റർ 2.5 lakhs to 5 lakhs വരെ വരുന്നത് ടാക്സ് റേറ്റ് എത്രയാണ്? 5% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. ദെൻ 5 lakhs to 10 lakhs വരെയുള്ള ആ ഒരു സ്ലാബിൽ നമുക്ക് വരുന്ന ടാക്സ് റേറ്റ് വരുന്നത് 20% ആണ്. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ 5% നിന്ന് നേരെ ഒരു ജമ്പാണ് അവിടെ 20%. ഏത് ടാക്സ് റെജിമിൽ? ഓൾഡ് ടാക്സ് റെജിമിൽ. ഓൾഡ് ടാക്സ് റെജിമിൽ 5 to 20% ആണ് നെക്സ്റ്റ് സ്ലാബിലോട്ട് വരുന്നത്. ആഫ്റ്റർ 10 lakhs, ആഫ്റ്റർ 10 lakhsന് മുകളിൽ എന്ത് ഇൻകം ഉണ്ടോ അതിലെല്ലാം നമ്മൾ എത്ര കൊടുക്കണം? 30% ടാക്സ് കൊടുത്തിരിക്കണം. യെസ്, നമ്മൾ പഠിച്ചു ഒരു ഇൻഡിവിജ്വലിന് 2.5 ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല, അതിനെ ബേസിക് എക്സംഷൻ എന്ന് വിളിക്കുന്നു. 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം വരെയുള്ള ആ ഒരു ഗ്യാപ്പിന് നമുക്ക് 5% ടാക്സ് കൊടുക്കണം. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 10 ലക്ഷം രൂപ വരെ നമ്മൾ 20% ടാക്സ് കൊടുക്കണം. ദെൻ 10 lakhsന് മുകളിൽ എത്രയാണ് ഇൻകം ഉള്ള അതിന് 30% കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏത് ടാക്സ് റെജിമാണ്? ഓൾഡ് ടാക്സ് റെജിം. നമ്മൾ ഇനി എപ്പോഴാണ് നമ്മൾ ന്യൂ ടാക്സ് റെജിം പഠിക്കാൻ പോകുന്നത് അതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾഡ് ടാക്സ് റെജിം ആയിരിക്കും. യെസ്. ഇനി അടുത്തത് ഫോർ റെസിഡന്റ് ഇൻഡിവിജ്വൽ മാൻ ഓർ വുമൺ. അതിവിടെ എന്താ പറയുക, മെയിൽ ഫീമെയിൽ എന്നുള്ള ആ ഒരു ഡിഫറൻസ് വരുന്നില്ല. ഫോർ റെസിഡന്റ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് റെസിഡന്റ് ഇൻഡിവിജ്വൽ തൊട്ട് മുകളിൽ പറഞ്ഞപ്പോൾ ഇൻഡിവിജ്വൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് മീൻസ് അവിടെ റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ് കവർ ചെയ്തു. ഇനി പറയാൻ പോകുന്നത് റെസിഡന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് ഇൻ ഇന്ത്യ who is at the age of 60 years or above, 60 years or more at any time during the previous year, resident senior citizen, that is നമ്മൾ 60 years or more, 60 വയസ്സോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സീനിയർ സിറ്റിസൺ. അപ്പോൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ പക്ഷെ അത് എങ്ങനത്തെ സീനിയർ സിറ്റിസൺ ആയിരിക്കണം? റെസിഡന്റ് സീനിയർ സിറ്റിസൺ. സോ നമ്മൾ ഇന്ത്യയിലുള്ളതായിരിക്കണം. നമ്മളെ ആൾക്കാർക്കാണ് അവർ എന്ത് ചെയ്യുന്നത്? ബെനിഫിറ്റ് ഗവൺമെന്റ് കൊടുക്കുന്നത്. നമ്മളെ ആൾക്കാരെന്ന് പറയുന്ന ഇന്ത്യയിലെ ആൾക്കാർ അല്ലേ? റെസിഡന്റ് നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ളവർ റെസിഡന്റ്, ഇന്ത്യക്ക് പുറത്തുള്ള നോൺ റെസിഡന്റ്, ഏറ്റവും സിമ്പിളായിട്ട് പറയുമ്പോൾ. അപ്പോൾ ഗവൺമെന്റിന് ബെനഫിറ്റ്സ്, ഗവൺമെന്റ് കൂടുതൽ പരിഗണിക്കേണ്ടത്, ബെനഫിറ്റ്സ് കൊടുക്കേണ്ടത് എവിടെയുള്ള ആൾക്കാർക്കാണ്? നമ്മളിവിടെയുള്ള ആൾക്കാർക്കാണ് അല്ലേ? അപ്പം അതുകൊണ്ട് റെസിഡന്റിന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ബെനഫിറ്റ്സ്, ചില ബെനഫിറ്റ്സുകൾ കൊടുക്കുന്നുള്ളൂ. ഇവിടെ ഒരു ബെനഫിറ്റ്സ് ആണ് വരുന്നത്. തൊട്ടുമുകളിൽ 2.5 ലക്ഷം രൂപ വരെയുള്ള ബേസിക് എക്സംഷൻ ലിമിറ്റ് പറഞ്ഞപ്പോൾ ഈ 60 വയസ്സോ അതിന് മുകളിലുള്ള ആൾക്കാരുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? 3 lakhs ആണ്. 3 lakhs ആണ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഫോർ ഇൻഡിവിജ്വൽ. ഏജ് എത്രയാണെങ്കിൽ 60 അതിന് മുകളിൽ. പക്ഷേ ഇൻഡിവിജ്വൽ ഏതായിരിക്കണം? റെസിഡന്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം. സീനിയർ സിറ്റിസൺ റെസിഡന്റ് ആയിരിക്കണം. സോ ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെ. നമുക്ക് നോക്കാം. സോ അപ് ടു 3 lakhs എത്രയും നിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ്. ഇനി അങ്ങോട്ട് ദാറ്റ് ഈസ് 3 lakhs to 5 lakhs. നമ്മൾ സ്ലാബ് നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ
ഇവിടെ 2.5 lakhs പകരം ഇവിടെ എത്രയായി മാറും 3 lakhs. ഓക്കെ, ഇനി അങ്ങോട്ട് സെയിം തന്നെ, യാതൊരു മാറ്റവും ഇല്ല. നമുക്ക് നോക്കാം. ഓക്കെ, അപ് ടു 3 lakhs നമുക്ക് വരുന്നത് നിൽ ടാക്സ് റേറ്റ്, ദാറ്റ് ഇസ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. 3 lakhs to 5 lakhs നമുക്ക് വരുന്നത് 5% ആണ് വരുന്നത്. ദെൻ 5 lakhs to 10 lakhs നമുക്ക് 20%, then 10 lakhs above നമുക്ക് 30%. ഓക്കെ, ഇവിടെ യാതൊരു മാറ്റവും ഇല്ല. ആ ബേസിക് എക്സംഷൻ ലിമിറ്റ് ഇൻ കേസ് ഓഫ് എ റെസിഡന്റ് സീനിയർ സിറ്റിസൺ എത്രയാവുന്നു മാത്രം 3 lakhs ആവുന്നു മാത്രം, ഇൻസ്റ്റെഡ് ഓഫ് 2.5 lakhs. ഓക്കെ, ദെൻ അടുത്തൊരു നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേഴ്സൺ ഹൂ 60th ബർത്ത്ഡേ ഫോൾസ് ഓൺ 1/4/2025. ഓക്കെ, അപ്പോൾ 2025 ഏപ്രിൽ 1 ഒരാളുടെ ബർത്ത്ഡേ വരുന്നത്, ഫോർ എക്സാമ്പിൾ. ഓക്കെ, നമുക്ക് നമ്മൾ പ്രീവിയസ് ഇയർ എപ്പോഴാണ് വരുന്നത്? പ്രീവിയസ് ഇയർ 2024-25 അല്ലേ? അതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 1/4/2024 ടു 31st March 2025. ഓക്കെ അല്ലേ? യെസ്. നമ്മുടെ നാട്ടിൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷം എന്ന് പറയുമ്പോൾ ലൈക്ക് ജനുവരി 1 ജനുവരി തൊട്ട് 1 ജനുവരി 2025 തൊട്ട് 1 ജനുവരി 2026 വരെയാണോ? നമ്മൾ സിമ്പിളായിട്ട് ഒരു വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയാം? സോ ഒരു വർഷം എന്ന് പറയുമ്പോൾ 1 ജനുവരിയിൽ തുടങ്ങുമ്പോൾ then അത് അവസാനിക്കുന്നത് അടുത്ത വർഷം ഈ സെയിം ഡേയുടെ ഫസ്റ്റിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസമായിരിക്കും. ദാറ്റ് ഈസ് നമ്മൾ പൊതുവെ പറയാം 31st അല്ലേ? സോ 31st ഡിസംബർ 2025. ഓക്കെ, ഇതല്ലേ ഒരു വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ ബർത്ത്ഡേ, ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ ബർത്ത്ഡേ 1 ഏപ്രിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഒരാളുടെ ബർത്ത്ഡേ 1 ഏപ്രിലാണെന്ന് വിചാരിക്കുക. കോമൺ സെൻസ്. ഓക്കെ, സോ 1 ഏപ്രിലാണ് ബർത്ത്ഡേ വരുന്നതെങ്കിൽ ദെൻ നമ്മൾ ഏപ്രിൽ ഫുൾ എന്നൊക്കെ പറയുമല്ലോ, അതന്നെ. ഓക്കെ, സോ 1 ഏപ്രിൽ ബർത്ത്ഡേ വരുന്ന ഒരാളുടെ ഒരു വർഷം കംപ്ലീറ്റ് ആവുന്നത് നെക്സ്റ്റ് ഇയറിൻ്റെ 1 ഏപ്രിലായിരിക്കും. ഓക്കെ, ബർത്ത്ഡേ 1 ഏപ്രിലായിരിക്കും ആഘോഷിക്കുക, പക്ഷെ ഒരു ഇയർ കംപ്ലീറ്റ് ആവുന്നതെന്നായിരിക്കും? തൊട്ട് മുമ്പത്തെ ദിവസമായിരിക്കും അല്ലേ? ദാറ്റ് ഈസ് ഏതായിരിക്കും? 31st മാർച്ച് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരാളുടെ ബർത്ത്ഡേ 1 ഏപ്രിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നായിട്ട് കണക്കാക്കാം, 31st മാർച്ച് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഇൻകം ടാക്സ് ഒരു വർഷത്തിനാണ് ടാക്സ് കൊടുക്കുന്നത്, ഇയർലി ടാക്സ് ആണ് അല്ലെ, ആനുവൽ ടാക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പറയുകയാണ്, സപ്പോസ് ഒരാളുടെ ബർത്ത്ഡേ എ പേഴ്സൺ വു 60th ബർത്ത്ഡേ, ദാറ്റ് ഈസ് 60ാം വയസ്സ് തികയുന്നത് സോ 1/4/2025 ദാറ്റ് ഈസ് പ്രീവിയസ് ഇയർ കഴിഞ്ഞു വരുന്ന അടുത്ത ദിവസം. ഓക്കെ, കാരണം ഇവിടെ നമ്മൾ പറഞ്ഞത് 60 years or more at any time during the previous year, that is ഈ ഒരു ടാക്സ് ബെനിഫിറ്റ് ബേസിക് എക്സംഷൻ 3 lakhs കിട്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ 60 വയസ്സ് എപ്പോഴാവണം? എനി ടൈം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. പക്ഷെ ഇവിടെ നമ്മൾ ബർത്ത്ഡേ വരുമ്പോൾ ബർത്ത്ഡേ 1 ഏപ്രിൽ ആണെങ്കിൽ ഇപ്പോൾ 2025 1 ഏപ്രിലാണ് ബർത്ത്ഡേ വരുന്നതെങ്കിൽ ദെൻ അത് 25-26 പ്രീവിയസ് ഇയറിലായിട്ട് മാറും. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ 1 ഏപ്രിലാണ് വരുന്നതെങ്കിൽ ഒരു ഇയർലി കോൺസെപ്റ്റ് അനുസരിച്ച് തൊട്ട് മുമ്പത്തെ ദിവസമായിട്ടുള്ള 31st മാർച്ചിന് അദ്ദേഹത്തിന് 60 വയസ്സായതായിട്ട് കണക്കാക്കിയിട്ട് അദ്ദേഹത്തിന് ആ ഒരു 60ാമത്തെ വയസ്സ് വരുന്നത് ഈ ഇപ്പോൾ 2024-25 പ്രീവിയസ് ഇയറിലായിട്ട് കണക്കാക്കിയിട്ട് ബേസിക് എക്സംഷൻ എത്ര എടുക്കാം? 3 lakhs എടുക്കാം. അപ്പോൾ 2025 ഏപ്രിൽ 1 ഓക്കെ, 2025 ഏപ്രിൽ 1 60 വയസ്സ് വരുന്ന അന്ന് ബർത്ത്ഡേ വരുന്ന ഒരാൾക്ക് 31st മാർച്ചിന് ഇൻകം ടാക്സ് നിയമപ്രകാരം 60 വയസ്സാവുന്നു, അദ്ദേഹത്തിന് എന്തെടുക്കാം? 3 lakhs ബേസിക് എക്സംഷൻ എടുക്കാം. ഓക്കെ, യെസ് നോക്കാം. സോ പേഴ്സൺ ഹൂ 60th ബർത്ത്ഡേ ഫോൾസ് ഓൺ 1/4/2025 ഷാൾ ബി ട്രീറ്റഡ് ആസ് ഹാവിംഗ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 60 എന്ന് 31st March 2025. അക്കോർഡിംഗ്ലി ഹി ഈസ് എലിജിബിൾ ഫോർ 3 lakhs ബേസിക് എക്സംഷൻ ലിമിറ്റ്. ഓക്കെ, യെസ്. അടുത്ത് നോക്കുകയാണെങ്കിൽ ഫോർ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ കുറച്ചും കൂടി ഏജ് ആയി. ഓക്കെ, കാരണം നമ്മൾ ഗവൺമെൻറ്റിന് ഈ ഏജ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. അവർക്ക് ബേസിക് എക്സംഷൻ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ അവർക്ക് വയസ്സായി ഇത്ര നാൾ അവർ ടാക്സ് ഒക്കെ അടച്ചിരുന്നു, ഇനി അവർക്ക് എന്ത് ചെയ്യണം? ഒരുപാട് ഇവർ പ്രത്യേകിച്ച് വരുമാനങ്ങളൊക്കെ എന്തായിരിക്കും? കുറവായിരിക്കും, ചിലവുണ്ടായിരിക്കും, മരുന്ന് വാങ്ങിക്കണം, മറ്റു കാര്യങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇനിയും ഏജ് കൂടിയ ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ ഒരു പർട്ടിക്കുലർ ലിമിറ്റിന് മുകളിൽ, ദാറ്റ് മീൻസ് 80 years ഓർ മോർ. ഓക്കെ, അപ്പോൾ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയറിൽ 80 വയസ്സോ അതിന് മുകളിലോ തികഞ്ഞവർക്ക് ബേസിക് എക്സംഷൻ വിൽ ബി 5 lakhs.
പക്ഷെ അഗെയിൻ ശ്രദ്ധിക്കുക, റെസിഡന്റ്. പിന്നെ ഗവൺമെന്റ് ആരെ മാത്രം നോക്കിയാൽ മതി? നമ്മുടെ രാജ്യത്തെ ആൾക്കാർ. അപ്പോൾ ഒരു നോൺ റെസിഡന്റ്, ഫസ്റ്റ് കേസിൽ നമ്മൾ റെസിഡന്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്? റെസിഡന്റ് ആസ് വെൽ ആസ് നോൺ റെസിഡന്റ്. അവരുടെ ബേസിക് എക്സംഷൻ എത്രയായിരുന്നു? 2.5 lakhs. അതിനുശേഷമുള്ള ഡിസ്കഷനിലെല്ലാം റെസിഡന്റിന് മാത്രം ഈ 3 lakhs, ഇവിടെയും 5 lakhs ആർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ? റെസിഡന്റ് ഇൻഡിവിജ്വലിന് മാത്രമേ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഓഫ് എ റെസിഡന്റ് ഇൻഡിവിജ്വൽ 80 years or more എനി ടൈം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ, ദെൻ ബേസിക് എക്സംഷൻ വിൽ ബി എന്തായിരിക്കും? 5 lakhs ആയിരിക്കും. ഓക്കെ, ബേസിക് എക്സംഷൻ വിൽ ബി 5 lakhs. Therefore, up to 5 lakhs, not tax. Okay, that is basic exemption limit. Then ബാക്കിയുള്ളതൊക്കെ സെയിം തന്നെ, നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ 5 lakhs to 10 lakhs 5% ആണോ? അല്ല, 20%. അപ്പോൾ ഇവർക്ക് 5% ഇല്ലെന്ന് വെച്ചാൽ 5% ഇല്ലെന്ന് വെച്ചാൽ ഇല്ല, ഇവർക്ക് 5%ന്റെ സ്ലാബ് റേറ്റ് ഇല്ല. സോ കാരണം 5% എവിടെ വരെയാണ് വരുന്നത്? 5 lakhs വരെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ 5 lakhs വരെ നമുക്ക് ബേസിക് എക്സംഷൻ വരുന്നത് കൊണ്ട് റെസിഡന്റ് സൂപ്പർ സീനിയർ സിറ്റിസൺ, ദാറ്റ് ഈസ് 80 years എബോവ് എന്ന് പറയുമ്പോൾ സൂപ്പർ സീനിയർ സിറ്റിസൺ, അതും റെസിഡന്റ് ആണെങ്കിൽ ദെൻ 5 lakhs to 10 lakhs എത്ര തന്നെ വരും? 20%. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ളവർക്ക് അപ്ലിക്കബിൾ ആയ പോലെ തന്നെ 20%. then above 10 lakhs 30%. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഡിസ്കഷൻ പറഞ്ഞത് ഇതുവരെ ഇൻഡിവിജ്വൽസിൻ്റെ കേസിൽ എനി ഇൻഡിവിജ്വൽ റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ്, ഓക്കെ, 60 വയസ്സിന് താഴെ വരെയാണെങ്കിൽ ഓക്കെ എത്രയാണ് ടാക്സ് വരുന്നത്? ആദ്യത്തെ 2.5 ലക്ഷം രൂപ ബേസിക് എക്സംഷൻ ആണ്. 2.5 ലക്ഷം രൂപ ഒക്കെ മുകളിൽ 5 ലക്ഷം വരെ 5%, 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 10 ലക്ഷം വരെ നമുക്ക് 20%, 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് 30% നമുക്ക് ടാക്സ് വരും. ഓക്കെ, ദെൻ അതൊരു റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ്, പക്ഷേ സീനിയർ സിറ്റിസൺ ആണ്, റെസിഡന്റും ആണ് സീനിയർ സിറ്റിസണും ആണ് എങ്കിൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് 3 lakhs ലഭിക്കും. ബാക്കി സെയിം തന്നെ. ഓക്കെ, അത് സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ദറ്റ് ഈസ് 80 years and above ആണെങ്കിൽ, 80 years and above ആണെങ്കിൽ അത് റെസിഡന്റ് കൂടിയാണെങ്കിൽ ദെൻ എത്രയായിരിക്കും നമ്മുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത്? 5 lakhs ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ മനസ്സിലാക്കുക, എഗെയിൻ ഈ 80 years ഉള്ളത് തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ ബർത്ത്ഡേ 1/4/2025 80 years വരുന്നതെന്ന് വിചാരിക്കാം. ദറ്റ് ഈസ് 80 വയസ്സ് വരുന്നത് April 1 ആണെങ്കിൽ അദ്ദേഹത്തിന് തൊട്ട് മുമ്പത്തെ ദിവസമായിട്ടുള്ള 31st March 80 വയസ്സായതായിട്ട് കരുതും. അക്കോർഡിംഗ്ലി അദ്ദേഹത്തിന് 5 lakhs എന്തെടുക്കാം? ബേസിക് എക്സംഷൻ ലിമിറ്റ് ക്ലെയിം ചെയ്യാം. തൊട്ട് മുമ്പ് 60 years പറഞ്ഞ് അതേ രീതിയിൽ തന്നെ നമുക്ക് 80 years അപ്ലിക്കബിൾ ആണ്. ഓക്കെ, യെസ്. ഇമ്പോർട്ടൻറ്റ് നോട്ട്, ഇൻ കേസ് ഓഫ് എ നോൺ റെസിഡന്റ്, ഒരു നോൺ റെസിഡന്റ് 95 വയസ്സായിട്ടുള്ള നോൺ റെസിഡന്റ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് 2.5 ലക്ഷം രൂപ ലിമിറ്റ് മാത്രമേ ലഭിക്കുള്ളൂ ബേസിക് എക്സംഷൻ. ദാറ്റ് ഒരു 3 lakhs 5 lakhs എന്നുള്ള ആ ഒരു ലിമിറ്റ് ദർ ഈസ് സ്പെഷ്യൽ റേറ്റ് ഓൺ സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ അപ്ലിക്കബിൾ ഓൺലി ടു റെസിഡന്റ് ഇൻ ഇന്ത്യ. ദറ്റ് ഈസ് ആ ഒരു 3 lakhs ബേസിക് എക്സംഷൻ, അതുപോലെ തന്നെ 5 lakhs ബേസിക് എക്സംഷൻ ആർക്ക് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ? ഓൺലി ഫോർ റെസിഡന്റിന് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കും. നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതന്നെ വീണ്ടും ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ടാക്സ് റേറ്റ് ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം സെക്ഷൻ നമ്പർ 87A റിബേറ്റ്. എന്താണ് അഗെയിൻ റിബേറ്റ്? ഓക്കെ, സോ ആദ്യം തന്നെ സെക്ഷൻ നമ്പർ നോക്കുകയാണെങ്കിൽ സെക്ഷൻ നമ്പർ 87A നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 87A എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെ വന്നായിരിക്കും? അമെൻമെന്റ് വഴി വന്നതായിരിക്കും. ഓക്കെ, സോ ഇനീഷ്യൽ ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഒക്കെ അത് ഉണ്ടായിട്ടുണ്ടാവില്ല, പിന്നീട് അമെൻമെന്റിൽ നമ്മൾ വന്നതായിരിക്കും എന്ത്? 87A. അപ്പോൾ റിബേറ്റ് ഈസ് ലൈക്ക് എ ഡിസ്കൗണ്ട്. നമ്മൾ അക്കൗണ്ടൻസിയിലൊക്കെ പൊതുവെ നമ്മൾ റിബേറ്റ് എന്നുള്ള വീട് നമ്മൾ ലൈക്ക് എ ഡിസ്കൗണ്ട് ആണ് എടുക്കാറ് അല്ലേ. അപ്പോൾ ഇവിടെയും ഗവൺമെന്റ് എന്താണ് ടാക്സിൽ ഡിസ്കൗണ്ട് കൊടുക്കുകയാണോ? യെസ്, അതെ, ഗവൺമെന്റ് എന്താണ് ടാക്സിൽ എന്താണ് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ആ ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിബേറ്റ് എന്ന് വിളിക്കുന്നത്. സെക്ഷൻ നമ്പർ 87A. അഗെയിൻ ലോജിക് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ തൊട്ട് മുകളിൽ ഡിസ്കസ് ചെയ്ത ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് ജനറലി എത്രയായിരുന്നു? 2.5 lakhs ആയിരുന്നു അല്ലേ. അപ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് 2.5 lakhs. ആക്ച്വലി ഇത് ഓൾമോസ്റ്റ് ഒരു 10 years ആയിട്ട് ഇത് എത്ര തന്നെയാണ്? ഈ 2.5 lakhs തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് എലക്ഷൻ എന്ന് പറയുന്നത് അല്ലേ, എലക്ഷൻ നമുക്കറിയാം, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ പൊളിറ്റിക്സ് ടാക്സിനായിട്ട് നല്ല ബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബേസിക് എക്സംഷൻ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇന്ത്യയിൽ കൂടുതലായിട്ടുള്ളത്. അവരുടെ വരുമാനം നമുക്കറിയാലോ ഈ ഒരു 2.5 lakhs മുകളിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടാക്സിൻ്റെ ബ്രാക്കറ്റിൽ വരുന്നവരാണ്. അപ്പോൾ ഇവർ ഗവൺമെൻറ് ഈ ടാക്സേഷൻ ലോ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഫേവറായിട്ട്
ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഇലക്ഷനിൽ എന്ത് ചെയ്യും, അത് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്യുക വെച്ചാൽ ബേസിക് എക്സംഷൻ ലിമിറ്റ് 2.5 ലാക്സ് ഏകദേശം 10 വർഷം മുമ്പുള്ളതാണ്. ഇനി ആ ബേസിക് എക്സംഷൻ ലിമിറ്റ് കൂട്ടിയിട്ട് 5 ലാക്സോ അല്ലെങ്കിൽ 6 ലാക്സോ ഒക്കെ ആക്കുകയാണെങ്കിൽ, 5 ലാക്സോ 6 ലാക്സോ ഒക്കെ ആക്കുകയാണെങ്കിൽ ദെൻ അത് അംബാനി, അദാനി അല്ലെങ്കിൽ യൂസ്വലിക്ക് പോലെ എല്ലാ ആൾക്കാർക്കും, സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ആ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ്റിന് ആരെ മാത്രമാണ് ആർക്കാണ് ടാക്സ് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് പരിഗണിക്കേണ്ടത്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അല്ലേ. മാത്രമല്ല ഈ ഇൻകത്തിന് ഇൻഫ്ലേഷൻ വർഷങ്ങൾക്ക് മുമ്പ് 10 വർഷങ്ങൾക്ക് മുമ്പ് 2.5 ലാക്സ് കൊണ്ടുവന്ന ബേസിക് എക്സംഷന് ശേഷം നമുക്കറിയാം ഇൻഫ്ലേഷൻ, ചെലവുകളും കാര്യങ്ങളും പൈസയുടെ മൂല്യമൊക്കെ ഒരുപാട് മാറി. അപ്പോഴും നമുക്ക് എക്സംഷൻ എത്ര കിട്ടുന്നുള്ളൂ, 2.5 ലാക്സ് കിട്ടുന്നുള്ളൂ. ബാലൻസ് നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഗവൺമെൻറ് റിബേറ്റ് കൊണ്ടുവന്നു. ഈ റിബേറ്റ് കൊണ്ടുവന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലെവൽ, ദാറ്റ് ഈസ് ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എത്രയാണ് ഇൻകം ഉണ്ടാവുക, ഗവൺമെൻറ് കണക്കിൽ എത്രയാണോ വരുന്നത് അത്രയും ഇൻകമുള്ള ആൾക്കാർക്ക് ടാക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരം ആ ഒരു ലെവൽ ഓഫ് ഇൻകത്തിന് താഴെയുള്ളവർക്ക് എന്തുകൊണ്ടുവന്നു, ടാക്സിൽ ഡിസ്കൗണ്ട് കൊണ്ടുവന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം, റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. ആദ്യം എ റെസിഡന്റ് ഇൻഡിവിജ്വൽ. സോ ഗവൺമെന്റ് ആരെ മാത്രം നോക്കിയാൽ മതി, റെസിഡന്റ്. എലക്ഷൻ നോർമലി റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, വോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം നോൺ റെസിഡന്റ് ഗവൺമെന്റ് നോക്കുന്നില്ല, പകരം ആർക്ക് മാത്രം, റെസിഡന്റ് ആയിട്ടുള്ളവർക്ക്. ഓക്കെ, സോ മനസ്സിലാക്കുക, റെസിഡന്റ്. ഏജ് ഇവിടെ ഒരു ഫാക്ടർ അല്ല, ദെൻ റെസിഡന്റ് മാത്രമേ എന്നുള്ളൂ. സോ റെസിഡന്റ് ഇൻഡിവിജ്വൽ അസസി, റെസിഡന്റ് ആയിരിക്കണം, ഇൻഡിവിജ്വൽ ആയിരിക്കണം. ക്യാൻ ക്ലെയിം ദ റിബേറ്റ് ഓഫ് എൻ എമൗണ്ട്. കാരണം ഇൻഡിവിജ്വലിനെ വോട്ടുള്ളൂ, അവർക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ റെസിഡന്റ് ഇൻഡിവിജ്വൽ അസസി ക്യാൻ ക്ലെയിം എ റിബേറ്റ് ഈക്വൽ ടു എത്ര, ഓൾഡ് റിജീം. നമ്മൾ ന്യൂ നിൽക്കുന്നുണ്ട് ഇവിടെ, സോ നിങ്ങൾ വിട്ടേക്ക് തൽക്കാലം. ന്യൂ ടാക്സ് റിജീം നമ്മൾ നോക്കണ്ട, നമ്മൾ ന്യൂ ടാക്സ് റിജീം പഠിച്ചിട്ട് ഇതിലോട്ട് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ അത് വിട്ടേക്കാം. സോ ഓൾഡ് ടാക്സ് റിജീമിലെ അപ് ടു ടോട്ടൽ ഇൻകം അപ് ടു 5 ലാക്സ് വരെ, 5 ലക്ഷം രൂപ വരെ ടോട്ടൽ ഇൻകം ഉള്ളവർക്ക് 12,500 ഓർ ടാക്സ് പേയബിൾ വിച്ച് എവർ ഈസ് ലോവർ. വിച്ച് എവർ ഈസ് ലോവർ വരെ നമുക്ക് എന്ത് കിട്ടും, റിബേറ്റ് കിട്ടും. അപ്പോൾ തന്നെ വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറയുന്നത് 12,500 കൊടുത്താൽ പോരെ. അപ്പോൾ 5 ലാക്സിൻ്റെ ടാക്സ് എത്ര വരും? ഫോർ എക്സാമ്പിൾ നോക്കുക, 5 ലാക്സിൻ്റെ ടാക്സ് നമ്മൾ ഇതുവരെ പഠിച്ചതനുസരിച്ച് ഒരു ഓൾഡ് റിജീമിൽ 5 ലാക്സിൻ്റെ ടാക്സ് എത്ര വരും? ടാക്സ് ഓൺ 5 lakhs 0 to 2.50. 2.5 to 5 lakhs at the rate of 5%. സോ കാൽക്കുലേറ്റർ ഉണ്ടാവില്ലായാലും. സോ 2.5 lakhs. സോ കാൽക്കുലേറ്റർ ആവശ്യമൊന്നുമില്ല. സോ 2 ലക്ഷത്തിൻ്റെ 10% 25,000. അപ്പം 5% പകുതി 12,500. സോ 5 ലക്ഷം രൂപയുടെ ടാക്സ് 12,500 രൂപ വരും. ഓക്കെ അല്ലേ? സോ 12,500. ദെൻ നിങ്ങളുടെ ടോട്ടൽ ഇൻകം, നിങ്ങൾ റെസിഡൻ്റ് ആണെന്ന് വിചാരിക്കാം. മിസ്റ്റർ എ ആരാണ്? റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആണ്. റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ. അപ്പോൾ മിസ്റ്റർ എ ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണ്. 5 lakhs ആണ് ഗവൺമെൻറ് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A തരാം. സോ ലെസ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A എത്ര വരെ തരാം ഗവൺമെൻറ് പറഞ്ഞത്? സോ ലോവർ ഓഫ്, ഇത് താഴെ പറഞ്ഞതിൽ ഏതാണോ ചെറുത് അത് ഏത്? 12,500 അല്ലെങ്കിൽ നിങ്ങളുടെ ടാക്സ് പേയബിളോ, വിച്ച് എവർ ഈസ് ലെസ്. നിങ്ങൾ ടാക്സ് പേയബിൾ എത്രയാണ്? 12,500. അല്ലെങ്കിൽ അവർ എത്ര തരാമെന്ന് പറഞ്ഞു? 12,500. സോ സെയിം ആണ്. സോ 12,500. സോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് വിൽ ബി 0. ഓക്കെ, യെസ്. സപ്പോസ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം ഈസ് 4 lakhs ആണെന്ന് വിചാരിക്കുക. ടോട്ടൽ ഇൻകം ഈസ് 4 lakhs. ദെൻ 0 to 2.5 lakhs എത്രയായിരിക്കും? 0. ദെൻ 2.5 to 4 lakhs, 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെ നമുക്ക് എത്രയാണുള്ളത്? ഗ്യാപ്പ് എത്രയാണുള്ളത്? 1.5 ലക്ഷം രൂപ. ഈ 1.5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ 5% ടാക്സ് കൊടുക്കുമ്പോൾ ദാറ്റ് മീൻസ് 1.5 ലക്ഷത്തിൻ്റെ 10% നമുക്ക് എത്ര വരും? ദാറ്റ് ഈസ് 15,000. അതിൻ്റെ പകുതി 7,500. ദാറ്റ് ഈസ് 7,500. ദെൻ 0 പ്ലസ് 7,500, 7,500. സോ നിങ്ങൾ ടാക്സ് പേയബിൾ എത്രയുള്ളൂ? 7,500 ആൻഡ് റിബേറ്റ് 12,500 ആകുമ്പോൾ തന്നെ ഇവിടെ എത്ര വരും? -5,000.
അപ്പോൾ ഗവൺമെൻറ് ടാക്സ് ഇങ്ങോട്ട് തരും, തിരിച്ചിങ്ങോട്ട് തരും ഇല്ല. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് ടാക്സ് എത്ര വരണം, 0 വരണം. ദെൻ റിബേറ്റ് ഷുഡ് ബി എത്ര ആയിരിക്കണം, 7,500 വിച്ച് ഈസ് യുവർ ടാക്സ് പേബിൾ. ഓക്കെ, അപ്പോൾ പ്രൊവിഷൻ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പറയാം ലോവർ ഓഫ്, ഓക്കെ, ഇതിലേതാണോ ചെറുത് ദറ്റ് ഈസ് 12,500 അല്ലെങ്കിൽ ടാക്സ് പേയബിൾ വിച്ച് എവർ ഈസ് ലോവർ. ഓക്കെ, അപ്പോൾ റിബേറ്റ് ആയിട്ട് 87A നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 12,500 ഓർ ടാക്സ് പേയബിൾ വിച്ച് എവർ ഈസ് ലോവർ. എടുത്ത് പഠിക്കുക, കാരണം കുറച്ച് ന്യൂ ടാക്സ് റെജീം വരുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, യെസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺലി ഓൾഡ് റിജീമിൽ ത്രഷോൾഡ് എത്രയാണ്, 5 lakhs. ഓക്കെ, അത് ഏത് ഏജ് ലെവലുള്ള ആളായിരിക്കട്ടെ, ഓക്കെ, റെസിഡൻ്റ് ആയാൽ മതി. നോൺ റെസിഡൻറ്റ് ഈ ഒരു ബെനിഫിറ്റ് അവൈലബിൾ അല്ല, ഓൺലി റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ മാത്രം 5 lakhs വിൽ ബി ദ ത്രഷോൾഡ് ലിമിറ്റ്. സോ 5 lakhsന് താഴെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റിബേറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ടോട്ടൽ ഇൻകം 5,10,000 രൂപ അല്ലെങ്കിൽ 5,20,000 രൂപയാണെന്ന് വിചാരിക്കുക, ദെൻ നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടൂല, റിബേറ്റ് ഡിസ്കൗണ്ട് അലൗഡ് അല്ല. ഓക്കെ, അപ്പോൾ അതൊരു ക്രൈറ്റീരിയയാണ് 5 lakhs എന്നുള്ളത്. വൺസ് 5 lakhsന് മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബെനിഫിറ്റ് അവൈലബിൾ അല്ല, നിങ്ങൾ മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഔട്ട്. അപ്പോൾ ഈ ഒരു മിഡിൽ ക്ലാസ് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഈ കൊണ്ടുവന്നുള്ളതാണ് റിബേറ്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഔട്ടിങ് സാർ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 lakhs വരെ ടാക്സ് ഇല്ല എന്നാക്കിയാൽ പോരെ. കാരണം ഇവിടെ നോക്കുമ്പോൾ 5 lakhs അല്ലെങ്കിൽ 4 lakhsന് ടാക്സ് വരുന്നില്ല. നേരത്തെ നമ്മൾ 5 lakhs ചെയ്തപ്പോൾ അവിടെയും 5 lakhsന് എന്ത് വന്നില്ല, ടാക്സ് ഒന്നുമില്ല, 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബേസിക് എക്സെപ്ഷൻ ലിമിറ്റ് എന്ത് ചെയ്താൽ പോരെ, 5 lakhs അങ്ങനെ ആക്കി കൊടുത്താൽ പോരെ റെസിഡൻറ്റ്, അങ്ങനെ ശരിയാവോ? അങ്ങനെ 5 lakhs ബേസിക് എക്സംഷൻ കൊണ്ടുവന്നാൽ ആ 5 lakhs ആർക്കും കിട്ടും, പണക്കാർക്കും കിട്ടും. എനിക്ക് സൂപ്പർ റിച്ച് ആയിട്ടുള്ളവർക്കും എന്ത് കിട്ടും, 5 lakhs ബേസിക് എക്സംഷൻ. അപ്പോൾ ഗവൺമെൻറ് ഉദ്ദേശം സാധാരണക്കാർക്ക് മാത്രം ഈ ഒരു ബെനിഫിറ്റ് കിട്ടാനാണ്. അതുകൊണ്ടാണ് ബേസിക് എക്സംഷൻ ലിമിറ്റ് ഇപ്പോൾ ഒരു 50 വയസ്സുള്ള അല്ലെങ്കിൽ 40 വയസ്സുള്ള ആൾക്കാർ, 60 വയസ്സിന് താഴെയുള്ളവർക്ക് ഓക്കെ 2.5 ലക്ഷം രൂപ ബേസിക് എക്സംഷൻ ലിമിറ്റ് നിലനിർത്തുകയും അതിന് ഓൾഡ് സ്കീമിൽ തന്നെ 5 lakhs വരെയുള്ളവർക്ക് റിബേറ്റ് കൊടുക്കുന്നതും. ഓക്കെ, യെസ്. അപ്പോൾ റിബേറ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തിരിച്ചു വരാം. കുറച്ച് കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുക, വിട്ടേക്കുക. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓരോ ഏരിയ ഡെവലപ്പ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതിനടുത്ത് വരുന്നത് സെസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് ഇൻകം ടാക്സ്, അതുപോലെ തന്നെ എന്താണ് സെസ് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. സോ ഇൻകം ടാക്സ് നമുക്ക് എനി പർപ്പസിന് വേണ്ടി എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. നേരെ മറിച്ച് സെസ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ആ ഒരു പർട്ടിക്കുലർ പർപ്പസ്, സ്പെസിഫൈഡ് പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സെസ് ഇൻകം ടാക്സിൻ്റെ മുകളിലാണ് എന്ത് ചെയ്യേണ്ടത്, ചാർജ് ചെയ്യേണ്ടത്. സോ ഇൻകം ടാക്സ് ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുമ്പോൾ സെസ് ചാർജ് ചെയ്യുന്നത് ടാക്സിൻ്റെ മുകളിലാണ്. ടാക്സിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്നത്, ഇൻകം ടാക്സ് നമ്മൾ പഠിക്കുമ്പോൾ ടാക്സിൻ്റെ മുകളിൽ ചാർജ് ചെയ്യുന്നത് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ് അല്ലേ. സോ ദ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എത്ര പെർസെൻറ്റേജ്, അറ്റ് ദ റേറ്റ് ഓഫ് 4% ഓൺ ദ ടാക്സ് ആൻഡ് സർചാർജ്. തൽക്കാലം നമ്മൾ സർചാർജ് ഡിസ്കസ് ചെയ്തില്ല, സർചാർജ് അവിടെ നിൽക്കട്ടെ. തൽക്കാലം 4% ഓഫ് ടാക്സ്. ഓക്കെ, അപ്പോൾ ടാക്സ് എത്രയാണോ ആ ഫൈനൽ ടാക്സ് ഡിറ്റർമിൻ ചെയ്തിട്ട്, ഓക്കെ, ഫൈനൽ ടാക്സ് ഡിറ്റർമിൻ ചെയ്തിട്ട് മാത്രം എന്ത് ചാർജ് ചെയ്താൽ മതി, സെസ് ചാർജ് ചെയ്താൽ മതി. ഇത് പറയാൻ കാരണം സപ്പോസ് ഇവിടെ നമുക്ക് നേരത്തെ ഓക്കെ 5 lakhsൻ്റെ ഇൻകത്ത് നമുക്ക് ടാക്സ് ആദ്യം എത്ര, 12,500 പ്ലസ് 4% സെസ്. ഓക്കെ, എന്ത് ചെയ്യാം, ഇതിൻ്റെ 4% നമ്മൾ എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് ഒരു 500. ഓക്കെ, ദെൻ കംസ് ടു ടോട്ടൽ 13,000. സോ ടോട്ടൽ 13,000. എന്നിട്ടാണോ റിബേറ്റ് 12,500 മാക്സിമം റിബേറ്റ് അപ്ലൈ ചെയ്ത് ബാക്കി 500 ടാക്സ് അടക്കണോ? വേണ്ട. ഓക്കെ, ദാറ്റ് മീൻസ് സെസ് എന്ന് പറയുന്ന ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അപ്ലൈ ചെയ്യേണ്ടത് ആഫ്റ്റർ ഈസ് കാൽക്കുലേറ്റഡ് ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് സർചാർജ്. അതായത് ടാക്സിൻ്റെ മുകളിലൊരു സർചാർജ് എന്ന് പറയുന്ന ഏറ്റവും സിമ്പിളായിട്ട് സർചാർജ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടാക്സ് ഓൺ ടാക്സ്. ഓക്കെ, ടാക്സ് ഓൺ ടാക്സ്. ഓക്കെ, അപ്പോൾ ടാക്സിൻ്റെ മുകളിലുള്ള ടാക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സർചാർജ് എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയേക്കുക. ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ടാക്സ് പിന്നെ സർചാർജ് ഉണ്ടെങ്കിൽ സർചാർജ്, ദെൻ അത് കമ്പ്യൂട്ട് ചെയ്ത് ഫൈനൽ കമ്പ്യൂട്ടേഷൻ ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, ഇനി റിബേറ്റ് ഉണ്ടെങ്കിൽ റിബേറ്റ്. ഓക്കെ, സർചാർജ് വരുമ്പോൾ നോർമൽ റിബേറ്റ് പിന്നെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ റിബേറ്റ് അലൗഡ് ആണെങ്കിൽ റിബേറ്റ് മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ഫൈനൽ ടാക്സ് ഡിറ്റർമിൻ ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഒരു ബേസിക് ഐഡിയ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. അതിൽ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, യെസ്.
സോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും നോട്ട് ബുക്കൊക്കെ ഉണ്ടായിരിക്കും. സോ നോട്ട് ബുക്ക് എടുക്കാം. എനിക്ക് കാൽക്കുലേറ്റർ നോട്ട് ബുക്കൊക്കെ എടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 നമ്മൾ ചെയ്യുന്നത് ഓൾഡ് റിജൈമിലാണ്. ഓൾഡ് റിജൈം ഓൾറെഡി ഇത് പ്രത്യേകം പറയേണ്ട ആവശ്യം, നമ്മൾ ഇത്ര നേരം പഠിച്ചിരുന്നത് ഓൾഡ് ടാക്സ് ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾഡ് റിജൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 1 ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, കാൽക്കുലേറ്റ് ദ ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ എ. ഓക്കെ, എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തായാലും ആരുടേതാണെന്നുള്ളത്, ടാക്സ് ലയബിലിറ്റി എന്നുള്ളതല്ല, ടാക്സ് ലയബിലിറ്റി ആരുടേതാണ്, ഇൻഡിവിജ്വൽ ആണോ, HUF ആണോ, AOP ആണോ, ഓക്കെ, സോ BOI, AJP, കമ്പനി, ഫെയിം, ഇത് നമ്മൾ എന്തിനാ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുമ്പോൾ ആദ്യം അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ഏത് ടാക്സ് റേറ്റ് ആണ് എടുക്കണം എന്നുള്ളത് ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പലപ്പോഴും ആരും എന്ത് ചെയ്യാറില്ല, ഈ ടാക്സ് റേറ്റ് ഓർമ്മ ഉണ്ടായിരിക്കും, പക്ഷേ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഏജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്തിനാ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ കാൽക്കുലേറ്റ് ദ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ എ ഇഫ് ടോട്ടൽ ഇൻകം. ഇഫ് ടോട്ടൽ ഇൻകം കുറച്ച് കേസുകളാണ്. അപ്പോൾ ഒന്നാമത്തെ എനിക്കൊരു എമൗണ്ട് ₹2 lakhs, then ₹4 lakhs, ₹5 lakhs, ₹7 lakhs, 15 lakhs. Okay, അപ്പോൾ കാൽക്കുലേറ്റ് ദ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി. ഓക്കെ, ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇഫ് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം 2 lakhs ആണെങ്കിൽ, അല്ലെങ്കിൽ 4 lakhs ആണെങ്കിൽ, അല്ലെങ്കിൽ 5 lakhs, 7 lakhs, 15 lakhs, ഇത്രയും കേസുകളിലെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, യെസ്. ഇപ്പോൾ ഇത് ഏജ് എത്രയാണ്, ഏജ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സോ ഏജ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അസ്യൂം ദാറ്റ് ബിലോ 60 years, ദാറ്റ് ഈസ് ബേസിക് എക്സംഷൻ എത്രയാണെന്ന് വിചാരിക്കാം, 2.5 lakhs ആണെന്ന് വിചാരിക്കാം. ഓക്കെ, യെസ്. നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. സപ്പോസ് ഫസ്റ്റ് കേസ് നോക്കിയാൽ കേസ് 1. ഓക്കെ, കേസ് 1 ടാക്സ് ഓൺ 2 lakhs. ഓക്കെ, ടാക്സ് ഓൺ 2 lakhs. ടാക്സ് ഓൺ 2 lakhs എത്രയായിരിക്കും, ഇറ്റ് വിൽ ബി 0 ബിക്കോസ് എന്തായിരിക്കും, ബേസിക് എക്സംഷൻ ലിമിറ്റ് അല്ലേ. അപ്പോൾ 2 lakhs എന്ന് പറയുന്നത്, ടോട്ടൽ ഇൻകം 2 lakhs എന്ന് പറയുന്നത് ബിലോ 2.5 lakhs ആണ്. അപ്പോൾ അതുകൊണ്ട് 2.5 lakhs വരെ ഓക്കെ ആർക്കാണില്ല, അത് ഏജ് 60ക്ക് താഴെയാണെങ്കിൽ, 60ക്ക് മുകളിൽ എല്ലാവർക്കും, 60ക്ക് മുകളിലാണെങ്കിൽ 3 lakhs കിട്ടും റെസിഡൻ്റ് ആണെങ്കിൽ, ദെൻ 80ക്ക് മുകളിലാണെങ്കിൽ റെസിഡൻ്റ് ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 5 lakhs കിട്ടും. ഇവിടെ മിസ്റ്ററെ റെസിഡൻ്റ് ഓർ നോൺ റെസിഡൻ്റ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അസ്യൂം ദാറ്റ് റെസിഡൻ്റ്. ഓക്കെ, അപ്പോൾ ഏജ് ആൻഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അസ്യൂം ദാറ്റ് റെസിഡൻ്റ് ആണ്, ഏജ് ബിലോ 60 ആണ് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ₹2 lakhs ആണ് ടോട്ടൽ ഇൻകം എങ്കിൽ ദെൻ ടാക്സ് വിൽ ബി 0 ബിക്കോസ് 2 lakhs ഏതിൻ്റെ അണ്ടറിൽ വരുന്ന ബേസിക് എക്സംഷൻ ലിമിറ്റിൽ വരുന്നതാണ്. ദെൻ കേസ് 2 ടാക്സ് ഓൺ 4 lakhs. ടാക്സ് ഓൺ 4 lakhs എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് 4 lakhs ഏതിൻ്റെ മുകളിലാണ്, ബേസിക് എക്സംഷൻ ലിമിറ്റിന് മുകളിലാണ് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ 0 to 2.5 lakhs കംസ് ടു എത്രയാണ്, ബേസിക് എക്സംഷൻ 0 ടാക്സ്, നിൽ. ഓക്കെ, ദെൻ 2.5 lakhs to 5 lakhs നമുക്ക് എത്ര വരും, 5% വരും. ശരി, നമ്മൾ ടോട്ടൽ എനിക്ക് എത്രയേ ഉള്ളൂ, 4 lakhs. ദെൻ 2.5 lakhs to 4 lakhs. ഓക്കെ, 2.5 lakhs to 4 lakhs നമുക്ക് ഈ ഒരു ഗ്യാപ്പ് എത്രയുണ്ട്, 1.5 lakhs അല്ലേ. സോ 1.5 lakhsൻ്റെ 5% കംസ് ടു 7,500. ദെൻ ടോട്ടൽ ഇൻകം ടാക്സ് എത്ര വരും, ഇൻകം ടാക്സ് 7,500. ദെൻ അഗെയിൻ നമ്മൾ പ്രൊവിഷൻസ് ആലോചിക്കാം. ഒരു റെസിഡന്റ് ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകം 5 lakhsന് താഴെയാണെങ്കിൽ, ടോട്ടൽ ഇൻകം 5 lakhsന് താഴെയാണോ, അതെ 4 lakhs. ദെൻ അങ്ങനെ അദ്ദേഹത്തിന് എന്ത് അലൗഡാണ്, റിബേറ്റ് അഥവാ ഒരു ഡിസ്കൗണ്ട് അലൗഡാണ്, അതെന്ത് ചെയ്യാൻ പറ്റും, മൈനസ് ചെയ്യാൻ പറ്റും. ദെർഫോർ ലെസ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A.
87A റിബേറ്റ് കിട്ടും. എത്രയാണ് കിട്ടുക? 12,500 അല്ലെങ്കിൽ ടാക്സ് പേയബിൾ എത്രയാണ്? അതിലേതാണോ ചെറുത് അത്. ഇവിടെ ടാക്സ് പേയബിൾ 7,500. ആ 7,500 ടാക്സ് പേയബിൾ 12,500 കിട്ടാം. വിച്ച് എവർ ഈസ് ലോവർ ദറ്റ് ഈസ് 7,500. Therefore, total tax payable will become 0. So 7,500 minus 7,500 comes to 0. Then case number 3. എത്രയാണ്? ടാക്സ് ഓൺ 5 lakhs അല്ലേ? സോ ടാക്സ് ഓൺ 5 lakhs പതുക്കെ സ്പീഡ് എന്ത് ചെയ്യുക? കൂട്ടി വരാം. ടാക്സ് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടി വരാം. അതായത് 0 to 2.5 lakhs. Again 0. 2.5 lakhs to എവിടെ വരെയാണ് നമ്മൾ അടുത്ത സ്ലാബ്? 5 lakhs വരെ. ഇവിടെ എക്സാക്ട്ലി ടോട്ടൽ 5 lakhs at the rate of 5%. That means 2.5 to 5 lakhs, 2.5 lakhs. അതിൻ്റെ 5% comes to എത്രയാണ്? 25,000 and 10% പകുതി 12,500. ആഡ് ചെയ്യാം. ഇൻകം ടാക്സ് 12,500. ഇവിടെ ഷോർട്ടായിട്ട് എഴുതിയുള്ള IT മീൻസ് ഇൻകം ടാക്സ്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഫുൾ ആയിട്ട് എഴുതാം. ഓക്കെ. സോ ഇൻകം ടാക്സ് 12,500. ദെൻ അപ് ടു 5 lakhs റിബേറ്റ് അലൗഡ് ആണ് അല്ലേ? അപ് ടു 5 lakhs റിബേറ്റ് അലൗഡ് ആണ്. therefore മൈനസ് റിബേറ്റ് അണ്ടർ 87A. 87A റിബേറ്റ് എത്ര കിട്ടും? ടാക്സ് പേയബിൾ എത്രയാണോ അല്ലെങ്കിൽ 12,500 which ever is lower, same 12,500. Then net tax payable 0. Okay, final tax payable എത്രയാണ്? 0. കേസ് നമ്പർ 3 കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ലേ? അപ്പോൾ റിബേറ്റ് അലൗ ചെയ്യുന്നത് നിങ്ങളുടെ ടോട്ടൽ ഇൻകം എത്ര വരെയാണെങ്കിലാണ്? 5 lakhs വരെയാണെങ്കിലാണ്. ഓക്കെ. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? കേസ് 4 നോക്കാം. യുവർ ടോട്ടൽ ഇൻകം ഈസ് 7 lakhs. ഓക്കെ. ടാക്സ് ഓൺ 7 lakhs. സോ ഫസ്റ്റ് മനസ്സിലാക്കുക, ടോട്ടൽ ഇൻകം 7 lakhs വിച്ച് ഈസ് മോർ ദാൻ 5 lakhs. therefore എന്ത് അലൗഡ് അല്ല? റിബേറ്റ് അലൗഡ് അല്ല. ഓക്കെ. സോ മിസ്റ്റർ എ റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണെന്ന് വിചാരിക്കാം. ഓക്കെ. 7 lakhs ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ ആദ്യം 0 to 2.5 lakhs 0 ബേസിക് എക്സംഷൻ. then 2.5 lakhs to 5 lakhs. ആ ഗ്യാപ്പിന് നമുക്ക് എത്ര വരും? 12,500 5%. then 5 lakhs to 10 lakhs വരെ നമുക്ക് എത്രയാണ്? 20% ആണ്. സോ ടോട്ടൽ ഇൻകം ഈസ് ഓൺലി എത്രയേ ഉള്ളൂ? 7 lakhs. therefore 5 lakhs to 7 lakhs. ഈ ഒരു ഗ്യാപ്പ് എത്രയുണ്ട്? 2 lakhs. 5 lakhs to 7 lakhs 2 lakhs. ആ 2 lakhsന് എത്രയാണ് വരാം? 10 ആണോ? അല്ല, 20%. 5 കഴിഞ്ഞാൽ ഓൾറെഡി ചെയ്യുമ്പോൾ ഡയറക്റ്റ് 20% ആണ്. therefore ആ ഒരു 2 lakhsന്റെ 20%. സോ 2 lakhsന്റെ 10% 20,000. 20% 40,000. 40,000 comes to 50 to 500. So income tax comes to 50 to 500 less rebate under 87A 12,500 ആണോ? ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ. ലെസ് റിബേറ്റ് അണ്ടർ 87 12,500 കിട്ടോ? ഇല്ല, ബിക്കോസ് യുവർ ടോട്ടൽ ഇൻകം ഈസ് എത്രയാണ്? 7 lakhs ആണ്, വിച്ച് ഈസ് മോർ ദാൻ എത്രയാണ്? 5 lakhs. therefore this rebate is not allowed. okay, this rebate is not allowed. ലെസ് റിബേറ്റ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ തൽക്കാലം റിബേറ്റ് 87A നോട്ട് അപ്ലിക്കബിൾ. ഓക്കെ. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഗെയിൻ നെറ്റ് ടാക്സ് 50 to 500 ഇൻകം ടാക്സ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇൻകം ടാക്സ് ഫൈനലി ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് ആക്ട് തീരുമാനമായി ഇൻകം ടാക്സ് തീരുമാനമായി കഴിഞ്ഞാൽ then you have to pay 4% of tax. ഓക്കെ. ടാക്സ് എത്രയാണോ അതിൻ്റെ, ഇൻകം ടാക്സ് എത്രയാണോ അതിൻ്റെ 4% നമ്മൾ എന്ത് കൊടുക്കണം? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. then പ്ലസ് 4% എന്ത് കൊടുക്കണം? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4% ഓഫ് ഏതിൻ്റെ? ടാക്സിൻ്റെ. ഓക്കെ. സോ 50 to 500 multiplied by 4% comes to 2,100. therefore total tax liability. so TTL means total tax liability. എക്സാമിന് എഴുതുമ്പോൾ മുഴുവനായിട്ട് എഴുതാം. സോ ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി ജസ്റ്റ് ആഡ് ചെയ്യാം. ഇറ്റ് കംസ് ടു 54,600. 54,600. The last case number 5. Case number 5 comes to 15 lakhs.
tax on 15 lakhs. Again speed ആക്കാം 0 to 2.5 lakhs basic exemption 0. 2.5 lakhs to 5 lakhs at 5% comes to 12,500. Okay. Then 5 lakhs to 10 lakhs because total income 15 lakhs. So 5 lakhs to 10 lakhs at 20% comes to 5 to 10 lakhs 5 ലക്ഷം അല്ലെ. ഈ 5 ലക്ഷത്തിന്റെ 20% that is എത്രയാണ്? 1 ലക്ഷം. Then 10 lakhs above, that means 10 lakhs to 15 lakhs വരെ 5 lakhs. ഓക്കെ, കാരണം ടോട്ടൽ ഇൻകം 15 ലക്ഷം ആണല്ലോ. 10 ലക്ഷത്തിന് മുകളിൽ എത്രയാണോ അതിനൊക്കെ എത്രയാണ്? 30% at the rate of 30%. സോ 10 ലക്ഷത്തിന് മുകളിൽ 15 ലക്ഷം വരെ എത്രയാണ്? 5 ലക്ഷം. അതിന്റെ 30% കംസ് ടു എത്രയാണ്? 1,50,000. ഓക്കെ, സോ ടോട്ടൽ 12,500, 1,50,000. ഇൻകം ടാക്സ് കംസ് ടു 2,62,500. സോ 2,62,500 less rebate 87A. 87A rebate allowed ആണോ? Your total income is 15 lakhs which is more than 5 lakhs അല്ലേ. സോ റിബേറ്റ് ആർക്കാ allowed ഉള്ളൂ? റെസിഡന്റ് ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകം 5 lakhs വരെ ആണെങ്കിൽ അല്ലേ. സോ ഇവിടെ 5 lakhsന് മുകളിലാണ് ടോട്ടൽ ഇൻകം, അതുകൊണ്ട് റിബേറ്റ് എന്നല്ല അപ്ലിക്കബിൾ അല്ല. Again your total tax comes to 2,62,500. ഓക്കെ, ഇത് നോർമലി ഇത് എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ 2,62,500 പ്ലസ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് ദ റേറ്റ് ഓഫ് 4%. 2,62,500 into 4% comes to 10,500. Then your total tax comes to 1,000 into 2,73,000. Okay, total tax liability. So total tax liability comes to 2,73,000 ആണ് നിങ്ങളുടെ എന്ത് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി വരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക. ഒന്ന് ടാക്സ് എന്ത് ചെയ്യുക എന്നുള്ളത് ചെയ്യുക. കാൽക്കുലേറ്റർ ഇതൊക്കെ ഉപയോഗിച്ച് നോട്ട് ബുക്കിൽ എന്ത് ചെയ്യുക എന്തായാലും ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം. ഓക്കെ.